കോഴിക്കോട്ട് നമ്മളെ കാത്ത് ലതീഷ് നിൽക്കുന്നുണ്ട് മഴയുടെ വിവരങ്ങൾ നൽകാനായിട്ട്. ലതീഷിനോട് സംസാരിക്കാം. ലതീഷ്, എന്താണ് ഇന്ന് കോഴിക്കോട്ടെ സാഹചര്യം? കോഴിക്കോട്ട് മഴയുണ്ടോ? ഏത് അലർട്ടാണ്? ഇന്നലെ രാത്രിയൊക്കെ എന്തായിരുന്നു സ്ഥിതി? ഗുഡ് മോർണിംഗ് മനു. മഴ മാറി നിൽക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ റെഡ് അലേർട്ടായിരുന്നു കോഴിക്കോട് ജില്ലയിലെങ്കിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. എന്തായാലും രാത്രി ഒറ്റപ്പെട്ട കനത്ത മഴ ഉണ്ടായിരുന്നു. പകലും ചില സ്ഥലങ്ങളിൽ, രാവിലെ ചില സ്ഥലങ്ങളിൽ മഴ തുടരുന്നുണ്ട്. എന്നാൽ കനത്ത മഴ തുടരുന്നൊരു സാഹചര്യം ജില്ലയിൽ നിലവിലില്ല. അതുകൊണ്ട് തന്നെ പുഴകളിൽ നിന്നെല്ലാം ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലേക്കാൾ താഴ്ന്നിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളിലും റെഡ് അലർട്ട് ആയതിനാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി നൽകിയിരുന്നു. ഇന്ന് നിലവിൽ അത്തരത്തിൽ അവധിയൊന്നും നൽകുന്ന ഒരു നില ഉണ്ടായിട്ടില്ല. പൊതുവെ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. വടകര മേഖലയിലാണ് ഇന്നലെ രാത്രി കാറ്റിലും മഴയിലും വലിയ നാശനഷ്ടമുണ്ടായത്. പ്രത്യേകിച്ച് മരങ്ങൾ പൊട്ടി വീണും മറ്റും വൈദ്യുതി ലൈനുകൾ താറുമാറായിട്ടുണ്ട്. വൈദ്യുത ബന്ധം വിച്ഛേദിക്കപ്പെട്ട സാഹചര്യമാണ് നിലവിലുള്ളത് ആ മേഖലയിൽ. അത്തരത്തിൽ കാറ്റും മഴയും പലയിടങ്ങളിലും കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച സാഹചര്യമുണ്ട്. വ്യാപകമായി കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്. നേന്ത്രവാഴ ഉൾപ്പെടെയുള്ള വാഴകൃഷിക്കാണ് ഈ മഴ കാര്യമായി നാശനഷ്ടമുണ്ടാക്കിയത്. മാവൂർ, മുക്കം, കാരശ്ശേരി തുടങ്ങിയ മേഖലകളിലെല്ലാമാണ് ഇത്തരത്തിൽ വാഴകൃഷിക്ക് അല്ലെങ്കിൽ കാർഷിക മേഖലയ്ക്ക് മഴ വലിയ ക്ഷീണം സംഭവിപ്പിച്ചത്. കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ 4 ക്യാമ്പുകൾ തുറന്നിരുന്നു. അതിൽ ഒരു ക്യാമ്പ്, കൊയിലാണ്ടി താലൂക്കിലെ ക്യാമ്പ് ഇന്നലെ അവസാനിപ്പിച്ചു. നിലവിൽ 3 ക്യാമ്പുകളിലായി 52 കുടുംബങ്ങളാണ് കഴിയുന്നത്. 52 കുടുംബങ്ങളിലെ 145 പേരാണ് ക്യാമ്പുകളിൽ കഴിയുന്നത്. അതിൽ പ്രധാനമായും ഏതെങ്കിലും തരത്തിൽ അപകടാവസ്ഥ ഉണ്ടാകുമെന്ന ഒരു മുൻകരുതലിൻ്റെ ഭാഗമായി ആളുകളെ മാറ്റി താമസിപ്പിച്ചതാണ്. അതിലേറ്റവും പ്രധാനം വിലങ്ങാട് തന്നെയാണ്. വിലങ്ങാടാണ് 41 കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാനുള്ള ഒരുക്കങ്ങളെല്ലാം ജില്ലാ ഭരണകൂടം പൂർത്തിയാക്കിയിട്ടുണ്ട്. കൂടുതൽ ക്യാമ്പുകൾ തുറക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ അതിനനുസരിച്ചുള്ള ക്രമീകരണവും ഇതിനകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിൽ. മനു. ശരി, ലതീഷ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട്ട് മഴ മെല്ലെ കുറഞ്ഞു നിൽക്കുന്നുണ്ട്. ഒരു ദുരിതാശ്വാസ ക്യാമ്പ് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും അത് ഒരു പ്രധാനപ്പെട്ട തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും മഴയുടെ സാഹചര്യമുണ്ട്, അതിൽ മാറ്റമൊന്നും വന്നിട്ടില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മെല്ലെ ഒന്ന് മാറി നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഏത് നിമിഷവും പെയ്യാം. ഇപ്പോൾ ബംഗാൾ ഉൾക്കടലിന് മുകളിലുള്ള ഒരു ന്യൂനമർദ്ദം അത് തീവ്ര ന്യൂനമർദ്ദമായി മാറുന്നു എന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു അറിയിപ്പ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മഴ വീണ്ടും കനക്കും.